അപ്പൊ ദേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അപ്പൊ നമുക്കിത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് തേങ്ങ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ബീറ്റ്റൂട്ടിലെ വെള്ളം കൊണ്ട് ഇത് വെന്ത് വന്നോളും. മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് അധികം സമയം എടുക്കില്ല വേവാൻ. വീട്ടിൽ തന്നെ ഉറയൊഴിച്ചെടുക്കുന്ന തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി വരണം. മൂടി വെക്കാം. ഇതിന്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് തീ നിർത്തി കൊടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അടിച്ചു വെച്ച തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. പാനെടുത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോൾ ചുവന്നോളം ഇട്ട് കൊടുക്കാം. താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതേ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് പച്ചടി, നല്ല രുചികരമായ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.